വരു കുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുണർത്താം താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ 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 കുയിലുകളെ വാവാ ഇണക്കുരുവികളെ വാവാ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ അതായത് ഉത്സവം ഇങ്ങനെ പൊടി പിടിക്കാന്ന് പറയുന്ന പോലെ തന്നെ ശരിക്കും കല്യാണം ഒരു ആഘോഷം തന്നെയല്ലേ, അതും വീട്ടിലൊരു ഉത്സവം തന്നെയല്ലേ. ഇന്നപ്പോ ഒരു കല്യാണ തീമിലാണ് നമ്മളിതാ ഇവിടെ സ്റ്റാർ മാജിക് ഉത്സവം സെലിബ്രേറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ദാ അനുശ്രീ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചു അല്ലേ? കറക്റ്റ് അല്ലേ? കല്യാണം കഴിക്കണ്ടേ? ഇല്ല കല്യാണം ശശിയുടെ അടുത്ത് ഞാൻ ചോദിക്കണോ? അല്ലല്ല, ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ രണ്ട് സാഗരോ സ്വാഗതം രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരാരൊക്കെയാണെന്ന് ചിലപ്പോ ഒരു കൺഫ്യൂഷൻ അല്ലേ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് അനുശ്രീ തന്നെ പറയണം. എനിക്ക് അറിയില്ല. അല്ല ഇങ്ങനെ ഒരു അമ്മാവനുണ്ട്. ഉത്സവല്ലേ, ഉത്സവത്തിന് മിമിക്സ് പരേഡ് ഒക്കെ ഉണ്ടാവും. ഇത് കല്യാണ ചെക്കൻ, ഇത് അവിടുത്തെ ഭണ്ടാരി. ആയിക്കോട്ടെ, അനുശ്രീ എന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ സീനിയർ ആർട്ടിസ്റ്റ് തന്നെ അനുശ്രീ ഗസ്റ്റ് ആയിട്ട് കല്യാണത്തിന്. അങ്ങനെ ട്രെൻഡായിട്ട് വന്നത്. അങ്ങനെ അംബാനിയുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാണ് ശശാങ്കർ. അവർ ഡേറ്റ് ഇല്ലാത്ത പ്രത്യേകിച്ച് അനുശ്രീ ഇവിടെ വരുന്നോണ്ട് ഞാൻ അത് മാറ്റിയിട്ട് മാറ്റി. അതാണ്. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഉത്സവത്തില് ഇന്ന് അനുശ്രീയാണ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള. ഒരു ഒഫീഷ്യൽ വെൽക്കമിംഗ് ഒന്ന് കൊടുത്തോട്ടെ. വെൽക്കം ബാക്ക് എന്ന് വേണം പറയാൻ. നമ്മുടെ പുതിയ സീസണിൽ ആദ്യമായിട്ടാണ് കേട്ടോ അനു വരണേ. അപ്പൊ നേരത്തെ പറഞ്ഞു ഇല്ല ഞാൻ കല്യാണം കഴിക്കണില്ല എന്നത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരും. ശരിക്കും കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചല്ലേ? ഇല്ല, അങ്ങനെയല്ല. കല്യാണം കഴിക്കണമെന്നും കഴിക്കണ്ടെന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്നുള്ളൊരു ചിന്തയിൽ നടക്കുന്നത്. ശശാങ്കന്റെ അടുത്ത് തേങ്ങ എടുത്തോണ്ട് പോകും.
ശശാങ്കൻ ചേട്ടൻ മീശ ഒറിജിനൽ പറയത്തേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയാൻ കാരണം, ഡെവലപ്മെന്റ് ആന്ന് പറയാൻ കാരണം? ഇല്ല, ചില സമയത്ത് ചില ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിട്ട് നല്ല സാരി ഒക്കെ ഉടുത്ത് ശരി, ഒക്കെ വെച്ച് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുമ്പോ അയ്യോ കല്യാണം കഴിച്ചാലോ എന്ന് തോന്നും. പക്ഷെ ആ ഫോട്ടോഷൂട്ട് കഴിയുമ്പോ അതങ്ങ് മാറും. അങ്ങനെ മാറണേ അറിയില്ല എന്താന്ന്. അപ്പൊ അടുപ്പിച്ചൊരു ഫോട്ടോഷൂട്ട് അങ്ങ് നടത്ത്. അതെ, വേണ്ട. എന്നാലും രാവിലെ തോന്നും വേണ്ടാന്ന് തോന്നും. കല്യാണം കഴിച്ചിട്ട് രാവിലെ തോന്നിട്ട് വൈകിട്ട് വേണ്ടാന്ന് തീർന്നില്ലേ? കല്യാണം കഴിച്ച ഞങ്ങളുടെ എന്താ പറയാറ്? അവരാരും വളരെ അത്ര നല്ല അഭിപ്രായങ്ങൾ പറയാറില്ല. ഫിനിഷ് ബാസിനെ ഫോട്ടോഷൂട്ട് നടത്തും. എന്നിട്ട് ഈ ഫോട്ടോ കാണുമ്പോഴാ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു സംശയം ലക്ഷ്മി, ഭക്ഷണമല്ല കഴിക്കണത്, ഇപ്പൊ കല്യാണം എങ്ങനെ കഴിക്കണത്? ടീം അപ്പ് എന്താ ചെയ്യാ? കല്യാണം എന്ത് ചെയ്യും? വിഴുങ്ങോ? ലക്ഷ്മി ലക്ഷ്മി ഒരു സ്റ്റാർ മാജിക്കിലേക്ക് ലക്ഷ്മി ലക്ഷ്മി ഫിനിഷ് ബാസിനാണെങ്കിൽ കല്യാണ കുളാബിൽ കഴിക്കാൻ വേണ്ടി കിടക്കും. ഞങ്ങളുടെ അനുവിനും അതേ അഭിപ്രായ. കല്യാണം കഴിക്കണം, ഇവളെ എല്ലാ വീട്ടിലും കല്യാണം കഴിക്കാൻ പോകും. അനുവിന് കല്യാണം കഴിക്കണോ ലിവിങ് ടുഗദർ വേണോ? രണ്ടും വേണ്ട. ഓക്കെ, ബാക്ക് ടു അനു. നേരത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ? കല്യാണം കഴിഞ്ഞു. ഞാൻ റിലേ കട്ടായി പോയി. കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? ഇല്ല, അങ്ങനെയില്ല. കുറച്ച് ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ട്, കുറച്ച് ആൾക്കാർക്ക് മോശം അഭിപ്രായം ഉണ്ട്. പക്ഷെ കല്യാണം അങ്ങനെ മോശം ചിന്താഗതി അങ്ങനത്തെ അഭിപ്രായം ഒന്നും എനിക്കില്ല. ഇപ്പം തന്നെയായിട്ടും പേരൻസിൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തിനാ ഒരു റിസ്ക് എടുക്കണമെന്നൊരു പേടി എവിടെയോ ഉണ്ട്. എപ്പോഴെങ്കിലും ഇതേ ഹാപ്പിനെസ്സോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. അത്രയും അനുശ്രീയുടെ സങ്കല്പത്തിലാ കല്യാണ ചെറുക്കൻ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ആളോ ഉദ്ദേശിക്കുന്ന ആള്? ഇതുപോലൊരു കല്യാണ ചെറുക്കൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവസാന ഒരു ടവലുണ്ടെങ്കിൽ ഒരു തുട ഉടച്ച ക്ലീൻ ഷേവും, ഒരു ഫംഗ്ഷൻ 2 പ്രാവശ്യം വരെ പോവാം. അപ്പൊ ഈ കല്യാണ വീട്ടിൽ നിന്ന് സെലിബ്രിറ്റി ആയിട്ട് അനു ആണ് വന്നിട്ടുള്ളത്. ആരൊക്കെ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോയിട്ടുണ്ട്? കൊച്ചിൻ ജിമ്മിലാണ് ആദ്യം പോയത് ഞാൻ. കൊച്ചിൻ ജിംനേഷ്യം ക്ലബ്ബ്. ജിമ്മിന്റെ ക്ലബ്ബും കല്യാണം ഓഡിറ്റോറിയം അടുത്തടുത്താ. ശനിയാഴ്ച ദിവസം ആകുമ്പോൾ അവിടെ കല്യാണം ഉണ്ടാവും. ഞങ്ങൾ ജിമ്മ് കളിക്കും, അത് നല്ല ഫുഡ് അടിച്ചിട്ട് ഇങ്ങോട്ട് പോരും. കുറെ കല്യാണം വിളിക്കാത്ത കല്യാണം ഞാൻ പോയിട്ടുണ്ട്. കലാപോലും മിമിക്രി പഠിക്കാൻ പോകുമ്പോ അന്നേരം ഒരു മിമിക്രി കാണില്ലടാ. പെണ്ണുങ്ങളെ വിളിക്കാനല്ല പറഞ്ഞേ. ലക്ഷ്മി പോയിട്ടുണ്ടോ? ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടില്ല, പക്ഷെ പോണെന്നുണ്ട്. നല്ലതാ കല്യാണത്തിന്. അല്ല, എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതായത് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് മണവാളം മണവാട്ടി ഇങ്ങനെ പരിചയപ്പെടാൻ വരും. അന്നേരം ഒരു ഫീലുണ്ട്, നമ്മളെ തിരിച്ചറിയല്ലേ. ഇടയ്ക്ക് ക്യാമറയും കൊണ്ട് വരുമ്പോ പപ്പടം പച്ച മറച്ചു പിടിച്ചിട്ട് അതിന്റെ കൊമ്മള പൊട്ടി അതിന്റെ ഇടയ്ക്കേക്കടെ ഒരു നോട്ടം. ഈ വെൽഡർ നോക്കൂലേ? അല്ല, വെൽഡർ നോക്കണാര്? അല്ല, വിളിക്കാത്ത കല്യാണത്തിന് ഇന്ന് ചോറിനോടുന്നപ്പം ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പൊ അവന്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണോ? അപ്പൊ അവ എടുത്ത കാര്യം പറഞ്ഞു, അതായത് എന്റെ പെങ്ങളെ കല്യാണമാണ്, സോറി അടിയെ വിളിക്കാൻ പറ്റിയില്ല എന്ന് പറയേണ്ട അവസ്ഥ. അതല്ല, വേറെ നിങ്ങൾ ആരാ? ഞാൻ പെണ്ണിന്റെ ആളാന്ന് പറഞ്ഞപ്പോ പറയാ ഇതെന്റെ അച്ഛന്റെ അടിയന്തരാന്ന്. കോമഡിയാന്ന് മാത്രം. അനു, കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ പൊതുവേ ലൈക്ക് എന്താ പ്രിഫർ ചെയ്യാ? നല്ല നാടൻ സദ്യയാണോ പ്രിഫർ ചെയ്യാ, അതോ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണോ, അതോ ബീഫാണോ? ഇല്ലില്ല, ഞാൻ ബിരിയാണിയാണോ? നാടൻ ചാരം. അല്ല, ഞാൻ അവളെ കണ്ടപ്പോ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഞാൻ നാടൻ സദ്യ പ്രിഫർ ചെയ്യുന്ന ആളാണ്. പൊതുവെ വെജിറ്റേറിയൻ ആണോ? അല്ല, പ്യുവർ നോൺ വെജ് ആണ്. പക്ഷെ കല്യാണത്തിന് പോയാൽ കൂടുതൽ ഇഷ്ടം സദ്യ കഴിക്കാൻ. വീട്ടില് മൊത്തം വെജിറ്റേറിയനും പുറത്തു പോയാൽ നോണും. അങ്ങനെയൊന്നുമില്ല, ആരും പറഞ്ഞു വീട്ടിൽ വെജാണ്. കൈന്നിട്ട് പറഞ്ഞു നോക്കിയതാ. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇന്നലെ ചീറ്റണത് അനുഭവിക്കണല്ലോ. ഒരു പറയാത്ത കാര്യം പെട്ടെന്ന് അവൻ എന്തോ ചീറ്റണ സാധനമായിട്ട്. ഇതിന്റെ മേളിൽ ചീറ്റാൻ നിനക്ക് കഴിയില്ല, അത് നീ മനസ്സിലാക്കണം. ഇന്ന് നല്ല പ്രിപ്പറേഷൻ ഉള്ള വന്നേക്കണം. ഗസ്റ്റിനെ കാണിക്കാൻ വയറങ്ങ് വലിച്ചു കെട്ടി വെച്ചേക്കും. അനു, അങ്ങനെയാണെങ്കിൽ അനുവിന് കല്യാണത്തിന് പോകുമ്പോ ലൈക്ക് ഏത് ഫുഡ് കഴിക്കാനാ കൂടുതൽ ഇഷ്ടം? തലക്കറി. എനിക്ക് എല്ലാം ഇഷ്ടമാണ്, എന്നാലും ഇഞ്ചി. അങ്ങനെ പോയിട്ട് ഇഞ്ചിയിട്ട് വരാറുണ്ടെന്ന് അറിയാം. ഇഞ്ചി 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 സ്ഥിരം ഇഞ്ചി ആവുന്നതാ, അതുകൊണ്ട് ഇങ്ങനെ ആ വാക്ക് വരുള്ളൂ. പുളിയിഞ്ചി. അപ്പൊ സദ്യയാണോ കഴിക്കാൻ ഇഷ്ടം? അതോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ അനുവാണോ ഈ അനുവാണോ ഒന്ന് ഗസ്റ്റ് ഇതിനെങ്ങനെ പോസ്റ്റ് ആക്കി നിർത്തിക്കൊണ്ട്? രണ്ടും അനുവാണല്ലോ. അപ്പൊ അനുശ്രീയുടെ അടുത്ത മ്യൂസിക്കിന്റെ സാധനം ഇത് ഗസ്റ്റ്, അത് ഗോസ്റ്റ്. ഇനി ഞങ്ങൾ സത്യം തുറന്നു പറയട്ടെ, ഇത് ആരൊക്കെ എന്തൊക്കെയാന്ന് വല്ലതും അറിയോ? ഇല്ല അല്ലേ?
ഇതാണ് ഒന്ന് മാറും ഞെട്ടണം. ഓക്കെ, ഇതാണ് പുള്ളിക്കാരത്തി പറയല്ലേ എൻ്റെ ഒരു- ജമ്മത്ത് കിട്ടാൻ കിട്ടാൻ പോണില്ല. പോണില്ല. ഇതാണ് കാര്യസ്ഥനിലെ ഞങ്ങളുടെ ദിലീപേട്ടൻ. ഓ റോസി ആന്റി. ഇത് കർണാടക മുഖ്യമന്ത്രി അല്ലാന്ന് ആരും പറയുമല്ല. അതായത് ഞാൻ കട്ടതെന്തും ഈ ചേക്കൂട്ടി അല്ല, അതാണെങ്കിലും നമുക്ക് പറയാലോ, സ്വന്തം ആളാണല്ലോ. അതെ 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 അതെ. പിന്നെ ഈ ഫ്ലോറിൽ ദിലീപേട്ടന്റെ കട്ട ഫിഗറിയ ജാൻ മാത്രല്ലേ ഉള്ളൂ. ജാൻ. ഇനി വേറൊരാളെ പരിചയപ്പെടുക. ചെന്നൈ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് കാമരാജൻ. സോറി ഇല്ല ഇല്ല, ഞാൻ ദിലീപ് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അത്ര കിട്ടും. അവനറിയാം, അവന് വിവരമുണ്ട്. ഇത് സമയം നോക്കാൻ വേണ്ടി വന്ന ഇളയ അനിയൻ. ജസ്റ്റ് ഒന്ന് നോക്കിയാ ഫിഗർ പിടിക്കാതിരിക്കുന്നുണ്ട്. പേരിലാണ് ഒന്ന് പിടിച്ചു നോക്കട്ടെ. അപ്പടിക്കടാ. എടാ, നീ ശംഭുവിന്റെ കവറിന്റെ മോഡലായിട്ട് ശംഭുവിന്റെ കവറിന്റെ മോഡൽ അല്ലടാ നീ. അല്ല, നിന്റെ പോക്കറ്റിൽ എടുത്ത് കാണിച്ചു വിടും, എന്നാലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അനുസരിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ക്ലൂ തരിക. ഇതും നോ നോ ഒരു മാച്ചും ഇല്ല, എന്നാലും എത്തേണ്ടി വന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഈ പരിപാടി ജീവിച്ചു പോട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. എന്നൊന്ന് പുള്ളിയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെ അതെ അതെ. ഏകദേശം കിട്ടി കാണും, എന്നെ കളിയാക്കാൻ വേണ്ടി ഈ പറഞ്ഞു. മുദ്ര കിട്ടി, പക്ഷെ ഈ ലുക്ക് അതായത് ഞാൻ പറയാം, ക്രോണിക് ബാച്ചിലറിലെ മമ്മൂട്ടി കല്യാണ വീട്ടിൽ അതല്ല, മൃഗേല മമ്മൂട്ടി ക്രോണിക് ബാച്ചിലെ ഡ്രസ് ഇട്ട് കല്യാണത്തിന് പോകും. അയ്യോ പോരെ. ഓക്കെ ഓക്കെ. അല്ല അന്ന് കയറി ആലോചിക്കുമ്പോ നമുക്ക് ആ ഇല്ല, ഈ ഇത് കാണിച്ചപ്പോ ഇത് മനസ്സിലായി, പക്ഷെ ഇത് ക്രോണിക് അത് പക്കയാണല്ലോ. ചിന്തിച്ചു അതിനാണ് ഇത് വെച്ചേക്കുന്നത്. അത് മനസ്സിലാവാനല്ല ഞാൻ ഇത് വെച്ചേക്കണേന്ന്. ഇല്ലല്ല, ഇത് ആർക്കും മനസ്സിലാവരുത്. ഞാൻ പിന്നെ എങ്ങനെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ ആകെപ്പാട് ഒരു ദിലീപ് കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ഇവിടെ ശരി, അങ്ങനെയാണെങ്കില് കാര്യം പരിഹസിക്കരുത്. ശരി, ദിലീപേട്ടനിൽ നിന്ന് തട്ടി മമ്മൂക്കയിലേക്ക് പോയി നേരെ നമ്മള് ഒന്ന് ഇങ്ങോട്ട് വരുമോ? തോറ്റുപോയ തീർച്ചയായിട്ടും എനിക്ക് സ്ക്രിപ്റ്റിയും ഒരു ക്ലൂവും തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ. എനിക്ക് മനസ്സിലാവണില്ല. എന്തേലും മുദ്ര കാണിച്ചോളൂ. ഇവനെ പോലും അറിഞ്ഞൂടാ. തരിവുണ്ടോ? മാധവൻ കട്ടതൊന്നും ചേക്ക് പോയിട്ടില്ല. രണ്ടും മാധവനാണോ അപ്പൊ? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അത് വെറുതെ അല്ലല്ല, ഇത് കാര്യസ്ഥനിലെ ദിലീപേട്ടൻ, അത് മീശമാധവനിലെ മാധവൻ. രണ്ട് ദിലീപും കൂടെ കൂട്ടിമുട്ടി തീ പിടിക്കരുത് ഇവിടെ. ഒന്ന് കാണിക്കൂ, ഒന്ന് കാണിക്കൂ. ഇത് കാവ്യ മാധവൻ. പണ്ടല്ല നിന്റെ തോളത്തിരുത്തിക്കൊണ്ടുപോയ രുക്മിണിക്ക് ഈ ബാധവര് ഓർമ്മയില്ല? ഇല്ല, സത്യമായിട്ട് ഓർമ്മയില്ലായിരുന്നു. രക്ഷപ്പെട്ട ഇനിയൊന്നും പറയുന്നില്ല. ലക്ഷ്മി, ഇനി ക്രോണിക് ബാച്ചലർ മമ്മൂട്ടി. ശശാങ്കന്റെ മുഖം കണ്ടാ അറിയാം, ദൈവമേ ഇന്ന് മറന്നായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഇത് അവിടെ നിൽക്കുന്നു. ഞാൻ ഈ കല്യാണത്തിന് വന്ന ഒരാളാണ്, എന്നെ വിളിച്ചില്ല, പക്ഷെ ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് വരില്ല. ഇതാരായിരിക്കും? ഇവരാണ് ഇതിന്റെ ബ്രോക്കർ. എന്തെങ്കിലും മുദ്രയുണ്ടോ? ഏതിന്റെ ബ്രോക്കർ? ഞാൻ മമ്മൂട്ടിയുടെ മാനേജർ. ഞാൻ മമ്മൂട്ടിയുടെ മാനേജറാണ്. അല്ലല്ല, ഇത് ശരിക്കും ഒരാളാ. അല്ല, ശരിക്കും ഒരാളാണ്. ഉള്ളിന്റെ ഉള്ളിൽ വേറെ ആളെ എടുക്കാൻ ശ്രമിക്കും. ഒന്നുമില്ല, ഞാൻ വെറുതെ നിന്ന് കാണിക്കുകയുള്ളൂ. എന്തിനാ എന്നെ നോക്കണം? നന്നായിട്ട് കാണിക്കടാ. ഞാൻ ഫിഗർ പിടിച്ച സൈഡിൽ മാറി. പിടി അങ്കിൾ ബൺ. ഇങ്ങനെ കളിയാക്കല്ലേ ദിലീപ് എല്ലാരും. കൊച്ചു ഖലീഫ പോണോ? അതല്ലടാ, ഇവിടെ ഇരിക്കണ ഹാൻസ് താഴത്തേക്ക് എടുക്കാം. ഇനി ഞാൻ ഒരു ക്ലൂ വരാം. പ്രണവ് മോഹൻലാലിന്റെ അച്ഛൻ. ചോദിക്കാൻ വന്ന നോട്ടം ചരിവില്ലല്ലോ. എവിടെ ചരിവ്? ഇല്ല, ഫിഗറിനോട് നീതി പാലിക്കണം. പിന്നെ മ്യൂസിക് ഇടും, അപ്പൊ നീതി വരും. കല്യാണ കച്ചേരി പടാമെത്തി കച്ചേരിക്കാരാനും പോരും നൊടി പോരുമ്പം പൂക്കൊമ്പത്താടും നൊടി അമ്പാട്ടെത്തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ തിരുനാളിൽ തിരകെ കൊന്ന് കല്യാണ കച്ചേരി പട
ചേരിക്കാനും പോരും നോടി വെയിലേ വെയിലേ വെറുതെ തരുമോ ഇരനാഴിൽ വിറകെ കൊന്നു ലക്ഷ്മി ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഉണ്ടല്ലോ. അങ്ങനെ മമ്മൂട്ടി ലാലേട്ടൻ വന്നാൽ കൂടെ ആര് വരണം? മമ്മൂക്ക വരണം. വരണം, മമ്മൂട്ടി. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇതെന്താണത്? കീ കൊടുത്ത് കറങ്ങുന്ന പാവയെ കണ്ടിൽ സന്തോഷമുണ്ട് എനിക്ക്. കീ കൊടുത്ത കറങ്ങൂല്ലേ? ഇയാളെ കാർഡും കൊണ്ട് വരാമോ? എന്താ ഞാനൊന്നും പറയില്ല. കാര്യം നിന്നെ പറഞ്ഞ പോലീസ് ഓടിച്ചോണ്ട് സുഖമില്ലാത്തരൊന്നും പറഞ്ഞുകൂടാ ഇപ്പോഴത്തെ നിയമം. കൊടുക്കട്ടെ. ഇവിടെ താക്കോലും കയ്യിൽ വെച്ചിട്ട് എന്നെ കീ കൊടുക്കാൻ നടക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ വന്ന മമ്മൂക്ക വരണം. അല്ല, ഈ ലാലേട്ടൻ വരാമെങ്കിൽ ഈ മമ്മൂക്കയ്ക്ക് വല്ല വലിയ ഓളം അല്ല, ഇത് ദുൽഖറിന്റെ വാപ്പയല്ലേ? പ്രണവിന്റെ അച്ഛ. അല്ല, ഇതിപ്പോ എന്താന്നറിയോ, ഫിഗർ കറക്റ്റ് ആവാത്തത് പാട്ടില്ലാത്തോണ്ടാ. പാട്ടിട്ട് കഴിഞ്ഞ് ഈ മമ്മൂക്ക പൊളിക്കും. ലാലേട്ടനും കൂടി ഒരുമിച്ച് വരുന്ന പാട്ടില്ലേ? ഞാൻ ഈ മീനാക്ഷിയുടെ അച്ഛനൊന്ന് പഠിക്കും. മീനാക്ഷിയുടെ അച്ഛനൊന്ന് കണ്ടു. കൺഗ്രാറ്റുലേഷൻസ്, മീനാക്ഷി ഡോക്ടറായില്ലേ? ഒരൊറ്റ അപേക്ഷയുള്ളൂ. ഇത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് മമ്മൂക്കയുടെ വീട്ടിൽ കറണ്ട് കാണല്ലേ? അന്ന് മമ്മൂക്ക അഭിനയം നടന്നിട്ട് മക്കള്. എന്താ ദിലീപേട്ടൻ എന്താ പറയാനുള്ളേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മീനാക്ഷിനെ ഒരു ഡോക്ടറാക്കണം എന്താ. കറക്റ്റ് അടിമാലി. ശരി, അങ്ങനെയാണെങ്കിൽ പിടിച്ചു നോക്കുവോ ഓണത്തിന് ഇപ്രാവശ്യം അടിക്കാൻ വേണ്ടി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. മമ്മൂക്ക വരട്ടെ. മ്യൂസിക് പ്ലീസ്. അത് ഇട്ടുകൂടാ, മമ്മൂക്ക അടിയെ പിടിക്കും. അത് പെട്ടെന്ന്. എടാ നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്പർ 20 ശരി, ഓക്കെ. പ്രിയമുള്ളവരെ, ഇത് ടെലികാസ്റ്റ് അടിയിൽ കൊച്ചുകുട്ടികൾ 18 വയസ്സിന് താഴെ പ്രായം ഇത് കാണല്ലെന്ന് എഴുതി കാണിക്കണം. ഒരു കാര്യം പറ്റേ ഒരു കാര്യം ഞാൻ പറഞ്ഞു. മമ്മൂക്ക ഫാൻസ് നിവർത്തി കേടുകൊണ്ടാണ് ക്ഷമിച്ചേക്കണേ. അത് അവര് ക്ഷമിക്കും. ഇവരെ കണ്ട് മമ്മൂട്ടിയായിട്ട് എങ്ങനെ അല്ലടാ, എന്നാലും ഈ കൂട്ടി ചെയ്യാൻ വേദനായൊരു ക്ഷമ ചോദിക്കണം ഞാൻ. ഇത് നീ കറക്റ്റ് നോക്ക്. ഹേ ഗോപാല, കർഷക മന്ത്രാലയത്തിന്റെ നോർത്ത് ഇന്ത്യക്കാരനല്ലേടാ നീ? അതേ മോഹൻലാൽ. അസുഖം കൊണ്ട് പറഞ്ഞ ശരി, അങ്ങനെയാണെങ്കില് അസുഖം കൊണ്ട് പറഞ്ഞ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് വരട്ടെ. ഊഹിച്ചവളുടെ കൂടെ. അതായത് ഒരിടത്തുനിന്ന് കിട്ടിയാ പോരാ, രണ്ടിടത്തുനിന്ന് കേറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങ് ബോളിവുഡ് വരെ എത്തണം. അല്ല, സ്റ്റാർ മാജിക്കിന്റെ പ്രേക്ഷകർ ഞെട്ടും. ഈ ഒരു എപ്പിസോഡിൽ എത്ര ഗസ്റ്റ്. അതും ഇതെല്ലാം ഒരു കാര്യം ചെയ്യും. സൂപ്പർ സ്റ്റാർ ഉള്ള സ്ഥിതിക്ക് ഓണത്തിന് വിടുതല്ലേ വൃത്തി. മമ്മൂക്കയും വന്നു. അയി മേടിക്കാൻ പോയിട്ടുള്ളൂ. അയ്യോ, എന്റെ മമ്മൂക്ക എന്തെങ്കിലും നോക്കല്ലേ. മമ്മൂക്കയും മോഹൻലാലും. എല്ലാരും മമ്മൂക്ക നടിച്ച കൈയടിക്കും പച്ചനടേ ആക്ടിംഗ് മന്നനല്ലേ ലാലേട്ടൻ മമ്മൂക്ക ഇപ്പൊ മനസ്സിലായല്ലോ ആർക്ക് ആരൊക്കെയാണ്. അതെ, നീ പറഞ്ഞ പ്രൊഡ്യൂസർ കേൾക്കും. നമുക്ക് മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ടെലികാസ്റ്റ് ചെയ്താലോ? മമ്മൂക്ക പറയും എനിക്കിനിപ്പോ അത്യാഘോഷം വേണ്ടെന്ന്. അപ്പോ ഇത്രയേ ഉള്ളൂ സ്റ്റാർ മാജിക് ഉത്സവം. കഴിഞ്ഞില്ല ലക്ഷ്മി, കഴിഞ്ഞില്ല. ഒരാൾ കൂടിയുണ്ട്. ഒരു ഷാഫി പറമ്പിലും ഉണ്ട്. ഇതൊക്കെ വിളിക്കാത്ത കല്യാണത്തിന് വന്ന ആൾക്കാരാണ് ഇവിടെ കൂട്ടണ്ട. ഇതാരാന്നറിയോ? ഇല്ല, പെരുമഴക്കാലത്തെ ദിലീപ്. അമീൻ, നിങ്ങളുടെ കല്യാണങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാ? നല്ല ഫുഡായിരിക്കും. നല്ല അടിപൊളി ഫുഡായിരിക്കും. ദമ്മങ്ങൾ പൊട്ടിക്കുമ്പോണ്ടല്ലോ നല്ല മണം. ഡയന എവിടെ? ഡയന
നിങ്ങൾ രണ്ടുപേരും നിന്നിട്ട് പറയും. ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടില് നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഓക്കെ, അതായിരിക്കും മെയിൻ ആയിട്ട് മട്ടൻ ബിരിയാണി തന്നെയാണ്. ട്രിവാൻഡ്രം സൈഡ്. കല്യാണം എന്ന് പറഞ്ഞാൽ കൊച്ചിയില് നമ്മൾ ചോദിച്ചില്ല. നടന്നില്ലെങ്കിലും ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പാട്ടീമേ വ്യാഴാഴ്ച കുറ്റിയിടും, പന്തലിന് കുറ്റി. വാതില് കുറ്റിയിടോ നിങ്ങള്? ഇല്ല, നാട്ടുകാരും അയലന്തരത്തുകാരൊക്കെ വന്നിട്ട് പന്തലിടും. ശനിയാഴ്ച ചങ്ങലക്കിടും. ശനിയാഴ്ച അത്താഴകൂട്ട്. അത്താഴകൂട്ട് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി എല്ലാരും കൂടി എന്തായി അത്താഴത്തിന്? വറുത്തരച്ച് വെച്ച പച്ചക്കൊക്കെ ഇട്ട് വെച്ച പോട്ടിക്കറി. പച്ചക്കാന്ന് പറഞ്ഞ പച്ചക്കായ. ഓക്കെ. ഉച്ചക്ക് നല്ല ബിരിയാണി കഴിച്ചിട്ട് 4 മണിയാകുമ്പോ എല്ലാരും കൂട്ടുകാരെല്ലാരും കൂടി ചെറുതൊക്കെ മേടിച്ച് അടിച്ചൊരു തുള്ളലുണ്ട്. മണിയറ ഒരിക്കലുണ്ടെല്ലാം കൂടി. അപ്പൊ അവര് മണിയറയിലേക്ക് കയറുമ്പോ ഞങ്ങൾ എല്ലാരും കൂടി കൂട്ടുകാരായി കൂട്ടുകാരത്തി ആരോ മണിയറയിലേക്ക് കയറുമ്പോ ഞങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞ താങ്കൾ കല്യാണം കഴിച്ചിട്ട് കൂട്ടുകാരാണോ മണിയറയിലേക്ക് വാടകയൊക്കെ ഞാൻ കേറുമ്പോന്ന് പറയൂ. ഞാൻ കേറുമ്പോ അവൻ എന്തിനാ വല്ലവരുടെ കല്യാണത്തിന് കയറാം അല്ലേ? എന്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഇനിയാണ് രസം. ചെറിയ കുസൃതിയെ കാണിക്കും മണിയറയില്. ഒരു കുസൃതി. അത് കഴിയുമ്പോ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, ദിലീപ് ഏട്ടൻ ഗസ്റ്റ് ആയിട്ട് വരും. കഥ ശരിക്കും ബാക്കി പറയണം. 4 മണിയായപ്പോ ഫ്രണ്ട്സ് എല്ലാരും നിങ്ങളുടെ കുസൃതി കേൾക്കണം. ഫ്രണ്ട്സ് എല്ലാം കൂടി മേടിച്ച് അടിച്ചിട്ട് ഈ പന്തലും കസേരയൊക്കെ കൊണ്ട് ഞങ്ങളെ എല്ലാം കൂടി പൊളിച്ചിട്ട് അവിടെ കുസൃതി ഏതെങ്കിലും ഒരു ബെഡ്റൂം മണിയറയിലെ കുസൃതി പറ. ഏതെങ്കിലും ഒരു ബെഡ്റൂം മണിയറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ കുസൃതികള് ഇവിടെ പറയാൻ പറ്റൂല. അതെന്താണേ? അത് ഇവിടെ പറയാൻ പറ്റില്ല. അത് നമ്മ പലതരത്തിലെ കുസൃതികളാണ്. അതല്ലേ ഈ പുള്ളി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കട്ടിലിൽ ആ സമയത്തൊക്കെ കയറി ചെന്നേച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കും കട്ടിലിന്റെ മുകളില്. എന്നിട്ട് കുസൃതി. അത് ശരിയാണ്. ഒരു മിനിറ്റ് ചോദിക്കാൻ പാടുന്നറിയില്ല, പക്ഷെ ഞാൻ ചോദിക്കും. ആരൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ ഇങ്ങനത്തെ കുസൃതിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ആരുടെയും? ഞാൻ എന്റെ കല്യാണത്തിന് ഈ സൈസ് കുസൃതി അല്ല കാണിച്ചേ. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ. പിന്നെ ഈ പുള്ളി കുസൃതി എന്ന് പറഞ്ഞാൽ അറിയോ? ആദ്യ രാത്രി പെടിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ടേ അതും പാൽ ഒറ്റയ്ക്ക് വലിച്ചു പിടിച്ചിട്ട്. ശരി, ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഒക്കെ പണി കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ? ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടാവൂലോ? ദിവസങ്ങളിലൊന്നും അങ്ങനെ പണി കൊടുത്തതായെന്നോ? പണി കൊടുത്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട് ഇതില്? ബിനീഷിന്റെ ഫസ്റ്റ് നൈറ്റിനെ പിറ്റേ ദിവസം പെണ്ണ് ആശുപത്രിയിലായിരിക്കും. ഡൈയുടെ റിയാക്ഷൻ ആയിട്ട് ഇവിടെ ഒക്കെ തടിച്ചു പൊങ്ങി നിൽക്കുകയാണ്. ചിലരെന്താന്ന് പറയുമ്പോ ഈ ബെഡ്റൂമിന്റെ കുറ്റി ഇളക്കിക്കൊണ്ടു ലോക്ക് ഒന്നും കാണൂല. പിന്നെ ശശാങ്കന്റെ സ്കിറ്റ് പോലെ അമ്മായിയമ്മ എപ്പോഴും കയറി വരലായിരിക്കും ഇങ്ങനെ. അതെന്ത് ചിരിയാടാ ചിരിച്ചേ? അവന്റെ അമ്മച്ചി കയറി വന്നവർത്ത് ചിരിച്ചാലേ ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോ അമ്മച്ചിക്ക് ഒരു ഇതുണ്ട്, ബൾബ് ഇട്ട് കഴിഞ്ഞ അപ്പത്തിന് ഓഫ് ആയിക്കളെ അമ്മച്ചി. ഹാളിൽ നിന്ന് തുടങ്ങി കിച്ചൺ തുടങ്ങി ബെഡ്റൂം വരെ അമ്മച്ചിയുടെ സ്വഭാവം കറണ്ട് ബില്ല് കൂട്ടായി 7:30 മണിയാകുമ്പോ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എർത്ത് തന്നെ എങ്ങനെയാ? അതിന് ജനറേറ്റർ അപ്പൊ അങ്ങനെ എല്ലാ ലൈറ്റും ഓഫ് ആക്കിയെന്ന് പറഞ്ഞാൽ അതിൽ കുസൃതിയൊന്നും ഇല്ല. അങ്ങനെ ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതല്ലല്ലോ നേരത്തെ പറയാൻ വന്നേ. ഇവിടെ വന്നത് എന്തായിരുന്നു? ഇവിടെ വന്നത് തമാശ പുറത്തു പറയൂ. ഇല്ല അത് പറയാൻ പറ്റൂല. ഇവർക്ക് ഡബിൾ പേയ്മെന്റ് ആണ്. പറ നിന്റെ ആദരത്തെ കുറിച്ച് പറ. വേണമെങ്കിൽ റേറ്റിംഗ് കൂടാൻ വേണ്ടി വേറെ എന്തിനും വിളിച്ചു. അനുവിന് ഫസ്റ്റ് നൈറ്റിൽ എന്തൊക്കെ കുസൃതി ഒപ്പിക്കണം എന്ന് ആഗ്രഹം? എന്തൊരു ഭാഗ്യം. അവള് പറയുന്നത് എന്റെ കുസൃതി വെച്ചാൽ ഞാൻ പാലിന് പകരം വാറ്റായിരിക്കും. വാറ്റ് വേണ്ടേ? അനുവിന്റെ ആഗ്രഹം അനു പറയട്ടെ ചേട്ടാ. അന്നത്തെ ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഭയങ്കര ക്ഷീണമായിരിക്കൂലേ? രാവിലെ മുതൽ വൈകിട്ടൊക്കെ തലയിൽ പൂവൊക്കെ വെച്ച് നിന്ന് ക്ഷീണം. ലക്ഷ്മി ഇവിടെ ഒരു ഗ്ലാസ് പാല് വെച്ച് ചെറുക്കൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നാണിച്ച് ചെന്നിട്ട് ചെറുക്കൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം. കുസൃതി പറയടി.
എനിക്ക് അങ്ങനെ കുസൃതി ഇവിടെ പറയാ പന്തലിൽ വന്നെങ്കിൽ എനിക്ക് 50,000 ടീ തന്നെ 50,000 ടീ ഉണ്ടെങ്കിലേ ഞാൻ താലി കെട്ടാൻ സമ്മതിക്കുള്ളൂ എന്ന് GST ഒഴിച്ച് പറയല്ലോ പറയാനോ. ഇവളുടെ റിലേഷനുള്ള ടീമിനെ തട്ടിക്കൊണ്ട് പോയിട്ടേ ഇവക്കടെ ആകെ ഇച്ചിരി സ്വന്തക്കാരുടെ പൈസ ഉള്ളൂ. സ്വന്തക്കാർ പൈസ മേടിച്ചിട്ട് ഇവള് കൊണ്ടുപോയി പാലത്തിന്റെ അടിയിൽ പൈസ കൊടുക്കുക. 1,00,000 രൂപ കൊടുക്കണതിന് വരും 10,000 രൂപ കുറച്ച് കൊടുത്തേ. എന്താന്ന് വെച്ചാൽ പറയാം GST പിടിച്ചതാണ്. അത് ഏറ്റില്ലെങ്കിൽ വേറൊരു സാധനം പറയാം. അല്ലല്ല ഇത്രയൊക്കെ സ്കോർ ചെയ്തപ്പോ അല്ലേ കണ്ണു കിട്ടും അല്ലേ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങല്ലേ? വഴിക്കായില്ലേ? തുടങ്ങിയിട്ട് മമ്മൂക്ക ഭ്രമയുഗത്തിൽ 2 ഡയലോഗ് അടിക്കട്ടെ. മമ്മൂക്കെ പിടിക്കണം. ശരി. സോ വൺസ് അഗൈൻ ഒരു വലിയ കൈയോടുകൂടി we welcome you Anushri to Star Magic Ultrasound. പാട്ട് തീർന്നു. അയ്യേ ഇനി അവിടെ ഇരുന്നാ മതി. ആ കുട്ടിയെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നാ നിനക്ക് മ്യൂസിക് കേൾക്കാതിരിക്കാം. എന്നാ വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. അപ്പൊ അതല്ലേ ഞാൻ ഇത്ര നേരം എടാ നമ്മളെ ഡയറക്ടർ സാർ നിനക്ക് രക്ഷപ്പെടാനൊരു മ്യൂസിക് തന്നു. നീ അതിനും ഡാൻസ് കളിച്ച് അവിടെ നിൽക്കാതെ വാ. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ലേ? ഇവിടെ പോരെ. പുള്ളി ഒരു സ്ട്രാറ്റജിക്കൽ പ്ലേട്ടോ. അതിന് പോയിട്ട് കൂടെ ഡാൻസ് ചെയ്തില്ല പുള്ളി ചമ്മി. പക്ഷെ പഴന്തോട്ടത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ടും ചമ്മാതിരിക്കാൻ വേണ്ടിട്ടും അത് ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കുന്നത് അത് ഏട്ടത്തമ്മയായിരുന്നു. നൈസായിട്ട് ഏട്ടത്തമ്മയെ പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ്. ഇനി ചേട്ടൻ ഇന്ന് കിടക്കപ്പുറത്ത് ഇല്ല. നിങ്ങളുടെ അനിയൻ കാരണം ഞാൻ ഇന്ന് നാണം കെട്ടു. ലോകത്തെല്ലാരും കണ്ടു. പക്ഷെ ഏട്ടത്തമ്മ നല്ല അടിപൊളി കലാകുടുംബം ആയതുകൊണ്ടാ. നല്ലൊരു ഐഡിയ കൊടുക്കാം. ഒരു കാര്യം ചോദിച്ചേ, എവിടുന്ന് കുട്ടി എവിടുന്ന് കിട്ടി? രണ്ട് കുട്ടികളുള്ള ചേട്ടനോട് എവിടുന്ന കുട്ടി എന്ന് ചോദിക്കാൻ എവിടുന്ന് കെട്ടി? ഇത്രയും കുട്ടി ആദ്യമായി പോയി. എവിടുന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. ശരി, നേരെ ഓഡിയൻസിലേക്ക് പോവാണ്. ഹലോ, നമസ്കാരം. എവിടുന്നാ വരണേ എല്ലാവരും? മഴവന്നൂർ. ശരി, നേരെ ഇനി താഴേക്ക് വരട്ടെ. ഡാൻസ് കളിച്ച സ്റ്റാറിലേക്ക് വരട്ടെ. എവിടുന്നാ വരണേ? പഴന്തോട്ടം. ഈ പഴന്തോട്ടത്തെ മൊത്തം കലാകാരാ. അപ്പൊ വെറുതെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ പഴത്തിനറിയോ? അനിയനാണ്. ശരിക്കുള്ള അനിയനാ? ഹസ്ബൻഡിന്റെ അനിയൻ. ഹസ്ബൻഡിന്റെ അനിയൻ. അപ്പൊ പിന്നെ ഓഡിയൻസ് ആയിട്ട് വന്നേക്കുന്ന എന്റെ അമ്മയുടെ കൂടെ SLC പഠിച്ച ബാച്ചിലർ ടീമുകളാണ് വന്നേക്കുന്നത് ഇവിടെ. അപ്പോ സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ വന്നേന്നുള്ളത് അറിയാം. ഇവിടെ SSLC ജയിച്ച ആരുമില്ല, ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി. ഓക്കെ, എന്ത് ചെയ്യാനാ? 2 ആഴ്ച വീട്ടിലിരുന്നപ്പോഴേ
ലോൺ അടയ്ക്കാനും ഹൗസ് ലോൺ അടയ്ക്കാനും അതുപോലെ തന്നെ കാർ ലോൺ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടിയതുകൊണ്ട് ഫ്ലവേഴ്സ് എന്ത് പറയണു അപ്പൊ ഞങ്ങൾ അതൊക്കെ ബ്രേക്ക് കഴിയുമ്പോൾ അനുസരിക്കും എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഞാനിപ്പോ കേറിയിരിക്കുന്നത്. അങ്ങനെ അത് കേസായിട്ട് പ്രതിക്കൂട്ടിലേക്കാണോ? അല്ല അല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നെട്ടോട്ടങ്ങള്. ഈ ഉത്സവപ്പറമ്പിലെ നിങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് മരണക്കിണർ, അതുപോലെ തന്നെ ഇങ്ങനത്തെ സീസോ, അതുപോലെ വലിയ ജയിന്റ് ഊഞ്ഞാല്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരൊക്കെ സംശയം? ആ സംശയത്തിന് മുമ്പ് അനുശ്രീ കോടതിയിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, സത്യം തുറന്നു പറഞ്ഞോളൂ. ഇല്ല, ഇതുവരെ കയറിയിട്ടില്ല. ദൈവമേ, ഇതുവരെ ഇവള് കയറിയിട്ടില്ല, പക്ഷെ ഇവള് ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. അനു കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, ബോൾ ഇടാൻ വേണ്ടി കോട്ടില്. ഓ, ആ കോട്ടില് തമാശ. ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പേടിയുണ്ടോ ചേച്ചി? എന്തെന്റെ പാന്റ് നനഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നാലും തോന്നി. ജമ്പലൊക്കെ തമാശ പറയാൻ വേണ്ടി സൈഡിൽ ഒരു കൗണ്ടറുമായിട്ട് വന്നേക്കണത് ഇരിക്കണ്ടോ? കൗണ്ടർ പറയണില്ല. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കില് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിമിന്റെ പേരിലേക്ക് പോകുന്നു. കാരണം ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കിർങ്ങ പിർങ്ങ. അപ്പൊ ഈ ടീമിൽ നിന്ന് രണ്ടുപേരും ഈ ടീമിൽ നിന്ന് രണ്ടുപേരും ഈ ടീമിലെ ഒരാൾ ഇതിന്റെ മുകളിൽ കയറി നിൽക്കും, ഒരാൾ താഴെ നിൽക്കും. ഇതുപോലെ തന്നെ ഇവിടെ ഒരാൾ നിൽക്കും, ഒരാൾ താഴെ നിൽക്കും. എന്നിട്ട് ഈ ടീമിലെ താഴെ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, താഴെ ഒരാൾ നിൽക്കുമല്ലോ, ആ താഴെ നിൽക്കുന്ന ആൾ അവിടെ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ദിങ്ങനെ എറിയും. അപ്പോ ഈ അറ്റത്ത് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആ ബോൾ എന്ത് ചെയ്യണം? ആ ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് ആ ബോൾ ഇങ്ങനെ ഓടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഇവിടെ നിന്ന ആള് ഓടി വന്ന് ഇവിടെ വന്ന് നിൽക്കുക. എല്ലാം മനസ്സിലായല്ലേ? അതെന്റെ ഒരു ഉൾഭയം ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത. കളിച്ച് കാണിച്ചു തരുമോ ചേച്ചി? അതായത് താഴെ ഒരാൾ നിൽക്കുമല്ലോ, അയാളൊരു ബോൾ ഇങ്ങനെ എറിഞ്ഞു തരും. ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. ഞാനേ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ വന്നു ശരിക്കും പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇത്തിരി ഹീലിട്ടിട്ടുണ്ട്, അതായത് എനിക്ക് ഓടാൻ പറ്റില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓടണം കാണിച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് വരണം. അപ്പൊ എന്ത് ചെയ്യും? ഈ എറിഞ്ഞു തന്ന ആള് ഓടി ആടോ ഇങ്ങട്, ഞാൻ അപ്പുറം കൂടെ ബാക്കി കൂടെ ഓടി അങ്ങനെ സുഖിക്കണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? എന്തൊരു സ്ലോ അത്. ലാസ്റ്റ് നിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എറിയും. കണ്ടാ? അങ്ങനെ അറിയാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് അതിൽ വീഴണം. സീറ്റിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ പോലും മടിക്കുന്ന ഒരാൾ ഒരു പെങ്കൊച്ചൊരു കാര്യം പറഞ്ഞപ്പോ ചുറ്റും കിടന്ന് ഓടണം. ഓടും, അത് വേണം. അതാണ് ഒരു കൊച്ചിനെ സാധിക്കണം. ആ വിഷമിക്കണ നമ്മൾ മനസ്സിലാക്കണം. അതെ, ഇപ്പുറത്തെ ആളും ഇങ്ങനെ തന്നെ അപ്പുറത്ത് പോയി ഓടണം. ഇട്ട് കൊടുക്കണം. ഓ, ഒരു പെങ്കൊച്ച് നിന്ന് വിളിച്ചപ്പോ ഇവൻ അതല്ല എനിക്ക് കർണാടക മിനിസ്റ്ററായിട്ടൊന്ന് ഗെയിം അത് കുഴപ്പമില്ല. അപ്പോ ഇവിടെ വേറെ മെമ്പർ ഉണ്ടായിരിക്കും, അവർക്ക് എറിഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങളുടെ മെമ്പർ പഞ്ചായത്തിൽ ഇല്ലാട്ടോ. അതെല്ലേ? എന്നാ കോർപ്പറേഷനിൽ നിന്ന് വിളിച്ചു എന്നാ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓടി 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 നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യണം. ഒന്നുകൂടെ കാണിക്കണോ? ടീമിൽ ബിനുചേട്ടൻ എറിഞ്ഞു വീഴ്ത്താൻ മിടുക്കന. സുമേഷ് ഇത് വീട്ടിൽ ചെയ്യണ സംഭവം, അവനിത് വിഷയമല്ല. ഞാനിത് അപ്പോ ഇതാണ് നമ്മൾ പോകാൻ പോണ ഗെയിം. ഇനി ആർക്കും വ്യക്തമായില്ല എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പറയരുത്. കാരണം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പിച്ച വെച്ചിട്ടാണ് ഞാനിത് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അതിന് കളിക്കാൻ തോന്നിയെന്ന് എനിക്കറിയാം, പക്ഷെ തൽക്കാലം ഇരിക്കും അവർക്ക് കളിക്കാൻ വെമ്പി മുട്ടിയിരിക്കുകയാണ്. സത്യം ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ വെള്ളയിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വീഡിയോ കോൾ അല്ലേ? സത്യം ചെയ്യണ എന്നെ ഇവിടെ നിന്ന് മാറ്റി തരാമോ? അതെ, ഈ ഓണം സീസൺ വരാൻ ഈ പിള്ളേർ കൂടെ ഇരുന്ന് എന്റെ പരിപാടിയും പോവും. എനിക്ക് മുറുക്കാന്റെ പരിപാടി ഉണ്ട്. കുറെ നാളായി അനുവിന്റെ കുട്ടിത്തൊക്കെ കണ്ടിട്ട് നമുക്ക് ആദ്യം അനു വിളിക്കട്ടെ. അനുവിന് ഞാനൊരു ബെസ്റ്റ് കോമ്പിനേഷനെ തരാം. അനുവിന് ഏറ്റവും കംഫർട്ട് ആവാൻ വേണ്ടിട്ട് അനുവിന്റെ കൂട്ടുകാരനല്ല കാര്യം തന്നെ തരാം. കിറങ്ങ പിറങ്ങ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ അടിപൊളി 2 പേരാണ് ഈ ഗെയിം കളിക്കാൻ പോണേ. ഇപ്പൊ നമുക്ക് കാണാട്ടോ എന്താണ് ഈ കിറങ്ങാന്നും എന്താ ഈ പിറങ്ങാന്നും. ഓക്കെ, ഭയങ്കര ധൈര്യശാലികളായ 2 ചൈനക്കാർ, അനു ആൻഡ് മൃദുല. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
പൊക്കിയറിയടി. ഓ ഞങ്ങളുടെ കൊട്ടാട 2 അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. തട്ടിക്കളയല്ലേ, ഞങ്ങൾ തട്ടിക്കളഞ്ഞു കേട്ടോ. ആ ഒരു പോയിന്റ് ഫ്രീ വേണേ. അത് ഫൗളാണ്. അതെന്താ അറിയാണ്ട് പോയതടി. എവിടെ അത് തലയിൽ വെക്കണം. ആരിക്കും മൃദുല. തലയിൽ വെക്കണം. അതും ഫൗളാ. എടാ നിന്റെ മുടിയൊന്ന് വെട്ടിക്കളയാവോ ആദ്യം തന്നെ. നീ എന്തിനാ തല കുനിക്കുന്നേ? ആ ഡയാന അത് തന്നെ മേലിൽ അങ്ങനെ കളിച്ച ഡയാനെ പാവാട ഇങ്ങനെ ചുറ്റുവിട്ട് വെച്ച് കളത്തിന്ന് മാറിയിരിക്കുക. തലയിലല്ല ബോൾ വരുമ്പോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. തലയിലല്ല ബിനീഷ് പാഷൻ കുലുക്കണ തേങ്ങയൊക്കെ എടുത്ത് കൊടുക്കണവര് കൊടുക്കും. അനുവിന്റെ അടുത്ത് ചോദിക്കട്ടെ. അനു അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നേ. ഈ ശ്രീ എന്ന് വിളിച്ചില്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും തോന്നുന്നു. ശരി, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു അതെ, ഇല്ല, നമുക്ക് ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഭയങ്കര രസമാണല്ലോ. അതാണ് അവരുടെ കഷ്ടപ്പാട് അവർക്കേ അറിയുള്ളൂ. അനുവും അതുപോലെ തന്നെ മൃദുലയും രണ്ടുപേരും അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തു. ഇവന്റെ ശശാങ്കന്റെ മുഖത്ത് നോക്കിയാണ്. ചില ബാത്റൂമിൽ പുരുഷന്മാരെന്ന് എഴുതി വെച്ചിട്ടൊരു പടം വരയ്ക്കും. അവിടെ പുരുഷനെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് വരച്ചല്ല കാണിക്കാൻ, പുരുഷൻ വേറെ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ബാത്റൂമാണ് അല്ലേ? എടാ തിളങ്ങുന്ന മീശകളൊക്കെ. ഒരു ഡൗട്ട്, എല്ലാത്തിനും ഗതികേടായിട്ട് ഡയറക്ടർ ആദ്യം തന്നെ കെട്ടിയൊരുക്കുക. ചില സമയത്ത് ബിനീഷ് ബാഷിന്റെ ഫിഗർ വരാറ്. നോക്കി ബാക്കിലേക്ക് ടോട്ടൽ പോയിന്റ്സ് നമുക്ക് ഇപ്പൊ നോക്കണോ ലാസ്റ്റ് നോക്കണോ? പിന്നെ നോക്കിയാ മതി. എന്തായാലും ഞങ്ങൾ നോക്കും. അനുവിന്റെ ഗെയിമിനെ പറ്റി ബിൻചേട്ടനെ കമന്റ് പറയേണ്ടത്. അത് നന്നായിട്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ നന്നായിട്ട് കളിച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് അവളെ പറ്റി ഒരു നല്ല കാര്യം പറയാനായിട്ട് ബൈക്കെടുത്തതാ. തട്ടിപ്പുറത്തൊക്കെ മേടിച്ചു. വളരെ നല്ല രീതിയിൽ കളിച്ചു. കാരണം സാധാരണ അനു കള്ളത്തര കളികളെ കളിക്കുന്നതിനേക്കായി ആത്മാർത്ഥത്തോടെ കളിച്ചു. കള്ളക്കളി കളിക്കാൻ പണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ നന്നായിട്ട് കളിക്കുന്നത്. ദൊപ്പണ്ണം പറയുന്ന കൃത്യം കാര്യമാണ്. ദൊപ്പണ്ണ നമുക്ക് അംഗീകരിക്കാതെ. ശരി, അപ്പോ ടോട്ടൽ പോയിന്റ്സ് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ അനുവിന്റെ ടീം, അതായത് ബിൻചേട്ടന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 1 പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോബിച്ചേട്ടന്റെ ടീം, മൃദുലയുടെ ടീം ടോട്ടലി സ്കോർ ചെയ്തിട്ടുള്ളത് 2 പോയിന്റ്. 2-1 ഇപ്പൊ നിൽക്കണേ. സോ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് പോവാം. ഇനി ആരാ ഗെയിം കളിക്കാൻ വരണേ? ലക്ഷ്മി നമ്മുടെ ടീമല്ലോ അല്ലേ? സോറി. ഓക്കെ, എന്നാ ബിൻചേട്ടാ ചെല്ല്. ഇതാ ഞാൻ പറയണേ. ഇവിടെ മോളെ പോണ്ടേ. അപ്പുറത്ത് നോബിച്ചേട്ടനല്ല, സുമ. ചേട്ടാ അടിയിൽ ഞാൻ നിന്നെ പോലെ അല്ല. നല്ലൊരു അപ്ലാസ്. കർണാടക മുഖ്യമന്ത്രിയും പഴന്തോട്ടം പഞ്ചായത്ത് മെമ്പറും കൂടി ഒരേ വേദിയിൽ സംസാരിക്കാൻ നിൽക്കുന്നു. ചെന്നൈയിലെ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഇത് പറയുന്നത്. എന്റെ ടീമിലെ ക്യാപ്റ്റൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കട്ടെ ജയിക്കാനായിട്ട്. ഇത്ര ആൾക്കാർ നോക്കി നിൽക്കുമ്പോ എന്നെ തള്ളിയിട്ടാണല്ലോ അടിയത്. ഒന്നും പറഞ്ഞില്ല, ചെവിയിൽ ഊതി ക്രോസ് കിട്ടാൻ വേണ്ടിട്ട് ആക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ശരി ശരി
ആ പറഞ്ഞു അല്ല അതുപോലെ അങ്ങ് ആ സാധനം ഞാൻ നമ്മൾ ചെയ്യും. ജയിക്കും. ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതെ ആ കാറ്റ് കിട്ടിയാകൊണ്ടാണ് ഊതിയെന്ന് പറഞ്ഞത്. അതെ അത് കേൾക്കാനില്ല. ശരി, അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ കുറെ സത്യങ്ങളുടെ ചുരുളിങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുത്ത് ഇവരെ അങ്ങോട്ട് അഴിച്ചു വിടാൻ പോവാണ് കേട്ടോ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. മാറാ ഇവിടെ നിൽക്കാൻ ആളില്ലേ? ഞാനിപ്പോ 3 സമയം കഴിഞ്ഞു. ബോൾ വരുന്നത് ഇവിടെ നോക്ക്. ആ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി എനിക്ക് സൗന്ദര്യമുണ്ട്. അതല്ല പറഞ്ഞ ബോൾ വന്ന് നോക്കണം. വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വോട്ടുകളാ രേഖപ്പെടുത്തടാ. എവിടെടാ അറിയണ വെരി ഗുഡ്, സൂപ്പർ. ഇവിടെ കൊണ്ടുവാ. മാറണം. ഞാൻ ജയിക്കട്ടാ. അയ്യോ സൂക്ഷിച്ച് പതുക്കെ. ഇവിടെ കൊണ്ടുവാ. അതിന്റെ ആണോ? അയ്യോ അപ്പുറം പോണല്ലോ. ഇവന്റെ അരേന്ന് പൈന്റ് മാറ്റണം. വെരി ഗുഡ്, വിൻസെന്റ് 1 പോയിന്റ്. ചേട്ടാ, മുണ്ട് മടക്കി കുത്ത്. വേണ്ട, നിന്റെ ആഗ്രഹം മനസ്സിൽ വെച്ചാ മതി. അല്ല അതവൻ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. നോക്കി പിടിച്ചോ പോകാൻ. വെയിറ്റ് എങ്ങോടാ കളിയ? നീ അതിന്റെ ഇടയ്ക്കേക്കടെ നോക്ക്. അയ്യോ തട്ടിക്കളയരുത്. വെരി ഗുഡ്, വിൻസെന്റ് പൊളിപ്പൊളി. സുമേ കയറി വരണം. ഇതെന്താ ഇത്? ഗുഡ് ശശു, അടിപൊളി. ഗുഡ് ആതിര. പോ ചേട്ടാ, എതിർ ടീമാണെങ്കിലും നമ്മൾ കൺട്രാലേഴ്സ് ചെയ്യണം. സൂപ്പർ സൂപ്പർ ഗെയിം ഈസ് ഓവർ. പോളി. ഞങ്ങൾ പൊളിഞ്ഞു. ഇനീഷ്യലി ബിനുചേട്ടന് കയറാനുള്ള മടി മാത്രമേ ഉള്ളൂ. കയറി കഴിഞ്ഞാ പിന്നെ ജയിച്ചിട്ട് എപ്പോഴും വരുന്ന പാരമ്പര്യം. ഞങ്ങള് പഴന്തോട്ടം മെമ്പർ. നിങ്ങൾ എന്താണ് ഞാൻ പുള്ളിനെ പോലെ അയൽവക്കത്തുള്ള ഉച്ചയ്ക്ക് പേപ്പറിൽ എന്തോ എഴുതിട്ട് എറിയുന്ന ആളായി പുള്ളി. ഇവിടെ ശശുവിന്റെ പേര് എടുത്ത് പറയണം. ശശു ഒരു മേജർ റോള് വഹിച്ചിട്ടുണ്ട്. ശശുവിന്റെ കയ്യിലായിരുന്നു. ശശു ആയിരുന്നില്ല ആ ഗെയിമിൽ പ്ലേസ്ഡ് ആയിരുന്നു. പക്ഷെ ശശുവിന്റെ അടുത്ത് ഞാൻ മാറി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻസിൽ ശശു പണ്ട് 3, 4 എന്നും പറഞ്ഞ് തൂക്കി എടുത്തോണ്ട് വന്നു. എറിഞ്ഞി പിടിക്കാൻ മിടുക്കണ പുള്ളി. അപ്പോ ഇപ്പോഴത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബിനുചേട്ടന്റെ ടീമിലേക്ക് ഒരു പോയിന്റും കൂടെ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ ടൈ ആയി. അപ്പൊ അടുത്തതായിട്ട് വരുന്നു ജിഷൻ ആൻഡ് അമീൻ. ഓക്കെ, അപ്പൊ ഇതിൽ അവരെ നമുക്ക് അധികം പേടിപ്പിക്കണ്ട, കളിച്ച് പേടിക്കട്ടെ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
ഫൗൾ അടിക്കില്ലേ? കൊള്ളാം, നന്നായിട്ട്. പയ്യെ, പയ്യെ ഇറങ്ങ്. വെൽഡൻ വെൽ പ്ലേ എടാ ജിഷിനെ സൈഡിലേക്ക് മാറി നിൽക്കുക. അത് പറ്റില്ല. പറ്റില്ലേ? പറ്റില്ലെങ്കിൽ ഇത് അവിടെ ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, ചെല്ലാം. എടുത്ത് മാറ്റണം. അല്ലാതെ ഫൗളാ ഫൗൾ. ആര് പറഞ്ഞു? പോടാ. കണ്ടോ തലയിൽ വെക്കണ്ട ഇങ്ങനെ പിടിക്കണേ. എങ്ങനെ പിടിച്ചോട്ടെ? അണ്ട് തല കൊണ്ടുപോകണം, അല്ലാതെ അയ്യോ അത് No correct. അത് ലാസ്റ്റ് നമ്മുടെ പാനൽ ഡിസൈഡ്. എടാ അതല്ല ഇവ എറിയുന്നത്. ജിഷിനെ നോക്ക് മൂത്തത് എങ്ങ് കൊടുത്തു. കണ്ടോ വെരി ഗുഡ്. തലയിലൊന്നും അല്ല വെക്കണം. എടാ സുമേഷേ, അത് കള്ളക്കളിയാണോടാ? ചെറുതായിട്ട് അവൻ കൊള്ളില്ല എന്ന് പറഞ്ഞാലും നല്ലതിന്റെ മുദ്രയായിരിക്കും. കൊള്ളൂലാട്ടോ. എടി ഞാൻ പോരി. ഡയനെ ദേഷ്യം പിടിപ്പിക്കലേ. അസീസിന്റെ പെങ്ങളാണ്. അയ്യോ വെരി ഗുഡ്. അതൊക്കെ എവിടെയാണ് രാജസ്ഥാൻ മാർബിൾസിന്റെ പരസ്യത്തിൽ വെക്കുമ്പോ തലയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കൂടെ മെസ്റ്റപ്പ് ആവരുത്. ആരെങ്കിലും ഒരാള് കളിക്കുക. അതെ നിങ്ങള് മെസ്റ്റപ്പ്. ആ കാരണം ആവരുത്. പറ്റൂല, കറക്റ്റാണ്. ഗെയിം ഇസ് ഓവർ. ശരിക്കും പറഞ്ഞാൽ ഈ ജിഷൻ ചേട്ടനും മമ്മീനും കയറി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കളിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ചിരി വരും. ഇവര് കളിക്കുമ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചാണ് ഇരിക്കണേ. അതൊക്കെ പറയുമ്പോ ഈ രണ്ട് മണ്ടന്മാരൊന്നും ചിരിച്ചോണ്ടിരിക്കുക അവരെ കുറിച്ച് മോശം പറഞ്ഞിട്ട്. അപ്പോ ടോട്ടൽ നമ്മൾ ഗെയിം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സ്കോർ ചെയ്തത് ആരാ ഈ റൗണ്ടില്? ഞങ്ങളല്ല. ഫൗളും എല്ലാം മാറ്റി ടോട്ടൽ പോയിന്റ്സ് ഇപ്പൊ 1-1 എന്നുള്ള രീതിയിൽ ടൈ ആയിട്ടാണ് നിക്കുണ്ടായിരുന്നത് അല്ലേ? അതെ. ശരി, അതിനുശേഷം ഒരു പോയിന്റ് വീണ്ടും ഇങ്ങോട്ട് വന്നു. വീണ്ടും ഒരു പോയിന്റ് കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി.